ഹലോ അമിഗോസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രിയത്തേക്ക് എന്ത് കറി വെച്ചു എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കുഞ്ഞ് ചെറിയ ചാള കിട്ടിയിട്ട്. എന്നാൽ പിന്നെ നമുക്കിന്ന് പീരക്കറി വെക്കാൻ ഓർത്തു. അപ്പോൾ നമുക്ക് പീരക്കറി വെച്ചാലോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുടംപുളി, പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഞാനിവിടെ ഒരു 9 അല്ലി ചെറിയുള്ളിയും ഒരു 4 വെളുത്തുള്ളിയുടെ കഷ്ണവും പിന്നെ 3-4 പച്ചമുളകും ഒരു പീസ് ഇഞ്ചി. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ട് നമുക്ക് തേങ്ങ ചിരകിയത്. ഞാനിവിടെ ഒരു മുറിൻ്റെ പകുതി തേങ്ങയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പം നമുക്ക് പീരക്കറി വെച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ തേങ്ങ ചിരകിയത് ജാറിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നാക്കി വെച്ചേക്കണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മളിതിനകത്തേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. കമോൺ. അപ്പോൾ ഇതാ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം കൂടി ഒന്ന്. അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റൗവൊക്കെ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ചേക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ഇടാം. അതിനകത്ത് നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് പീര ഉണ്ടാക്കുമ്പോൾ. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി വയ്ക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ വെള്ളത്തിപ്പാട് തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി അപ്പോൾ നമ്മുടെ അരപ്പ് പതിയൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചേക്കണം ചാളയിടാം. തീരെ കുഞ്ഞ് ചാളയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണം. കണ്ടോ, അത്യാവശ്യം നന്നാക്കാനൊക്കെ നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇതുണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് ഓർത്തിട്ട് നല്ല ആവേശത്തോടെ തന്നെ ഞാൻ നന്നാക്കിട്ടോ. അപ്പോൾ നമ്മളിതേ നന്നാക്കി വെച്ചേക്കണേ കുഞ്ഞ് ചാളയിടാം കേട്ടോ. കുഞ്ഞ് ചാളയാണ് പീരയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാള ഇട്ടതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. സ്പൂണിട്ട് ഇളക്കിയ മീനുകൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്താ അവസ്ഥ. യെസ്, അപ്പം ബിക്കോസ് നമ്മുടെ പീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അധികം വറ്റിച്ചെടുക്കാറില്ല, കാരണം കുറച്ച് ചാറായിട്ടാണ് ഇവിടെ പീര വയ്ക്കാറ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എടുക്കണേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, എനിക്കിത് സത്യം പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.